ഗർഭകാലത്ത് എടുക്കേണ്ട വാക്സിനുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് മാസം മുതലാണ് വാക്സിനുകൾ എടുക്കണം എന്നതും ഇതിന്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്നും വിശദീകരിക്കുകയാണ് ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഡോക്ടർ ഷിഫ ഷെറിൻ. കാണാം മെഡി ടിപ്സ്. ഗർഭകാല പ്രതിരോധ കുത്തിവെപ്പുകൾ അമ്മയ്ക്കും കുഞ്ഞിനും വളരെയധികം അത്യാവശ്യമായ ഒന്നാണ്. ഗർഭകാലം സാധാരണയിൽ നിന്നും നമ്മുടെ പ്രതിരോധശേഷി വളരെയധികം കുറയുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ സമയത്തെടുക്കുന്ന കുത്തിവെപ്പുകൾ അമ്മയ്ക്കും കുഞ്ഞിനും വളരെയധികം ഉപകാരപ്പെടുന്നു. അമ്മയിൽ രൂപപ്പെടുന്ന ആൻറ്റിബോഡികൾ പ്ലസൻ്റ വഴി കുഞ്ഞിലേക്ക് എത്തുകയും അതുവഴി നവജാത ശിശുവിന് ജനിച്ച് കുറച്ച് നാളുകൾക്കുള്ളിൽ അതിനുള്ള പ്രതിരോധശേഷി നൽകുകയും ചെയ്യുന്നു. ഇതിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു കുത്തിവെപ്പാണ് TT അഥവാ ടെറ്റനസ് ടോക്സോയിഡ്. അതിൻ്റെ കുറച്ചും കൂടെ മോഡിഫൈഡ് ആയിട്ടുള്ള വേർഷനുകളാണ് TD ടെറ്റനസ് ഡിഫ്തീരിയ ടോക്സോയിഡ്, ടെറ്റനസ് ഡിഫ്തീരിയ എസെല്ലുലാർ പെർട്ടോസിസ് അഥവാ TDAP കുത്തിവെപ്പുകൾ. ഈ TT കുത്തിവെപ്പുകൾ നമ്മൾ ആദ്യം എടുക്കുന്നത് ഗർഭകാലത്തിൻ്റെ ആദ്യത്തെ ആഴ്ചകളിലാണ്. രണ്ടാമത്തെ ഡോസ് എടുക്കുന്നത് സാധാരണയായി റെക്കമെൻഡ് ചെയ്യുന്നത് 27 ആഴ്ച മുതൽ 36 ആഴ്ച വരെയാണ്. ഈ സമയത്ത് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ സമയത്തുണ്ടാകുന്ന ആൻറ്റിബോഡികൾ കുഞ്ഞിലേക്ക് എത്തുവാനും അതുവഴി കുഞ്ഞിന് സംരക്ഷണം കിട്ടുവാൻ കൂടിയാണ്. രണ്ടാമത്തെ പ്രഗ്നൻസി ആദ്യത്തെ കുത്തിവെപ്പ് എടുത്ത ശേഷം 5 വർഷത്തിനുള്ളിലാണെങ്കിൽ രണ്ടാമത്തെ ഡോസ് മാത്രം എടുത്താൽ മതിയാകും. രണ്ടാമതായിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കുവാനാണ്. H1N1 ഇൻഫെക്ഷൻ അമ്മയിലും കുഞ്ഞിനും വളരെയധികം മരണനിരക്ക് കൂട്ടുന്ന ഒന്നാണ്. വളരെ മാരകമായ ശ്വാസകോശ അസുഖങ്ങൾ ഉണ്ടാക്കുവാൻ കാരണമാകുന്നു. അപ്പോൾ ഈ ഇൻഫ്ലുവൻസ വാക്സിനും നമ്മൾ പ്രഗ്നൻസിയിൽ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് പ്രഗ്നൻസിയിൽ സാധാരണയായി 26 ആഴ്ചകൾക്ക് ശേഷമാണ് പറയുന്നതെങ്കിലും ഇൻഫ്ലുവൻസ സീസൺ അനുസരിച്ച് പ്രഗ്നൻസിയുടെ ഏത് ആഴ്ചയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി മറ്റു വാക്സിനുകൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് അതാത് സീസണുകളിലെ ഇൻഫെക്ഷൻ അനുസരിച്ചാണ്, ഇൻഫെക്ഷൻ റേറ്റ് അനുസരിച്ചുമാണ്. ആ വാക്സിനുകൾ ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് A വാക്സിൻ, റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ് വാക്സിൻ, COVID-19 വാക്സിൻ ഇവയൊക്കെയാണ്. ഇനി പ്രഗ്നൻസിയിൽ എടുക്കാൻ പാടില്ലാത്ത വാക്സിനുകളുണ്ട്. ലൈവ് അറ്റുനേറ്റഡ് വാക്സിൻസ് എന്നാണ് പറയുന്നത്. ഈ വാക്സിനുകൾ പ്രഗ്നൻസിയിൽ എടുക്കുകയാണെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന കുട്ടിയിൽ അംഗവൈകല്യത്തിനും ഒക്കെ കാരണമായേക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള വാക്സിനുകൾ നമ്മൾ കുറഞ്ഞത് ഗർഭധാരണത്തിൻ്റെ 1 മാസം മുന്നെയെങ്കിലും എടുക്കുവാൻ പറയുന്നു. അതിനുദാഹരണമാണ് ഓറൽ പോളിയോ വൈറസ് വാക്സിൻ, HPV വാക്സിൻ, ഇൻഫ്ലുവൻസ വാക്സിൻ്റെ തന്നെ നേസൽ സ്പ്രേ വാക്സിൻ ഇവയൊക്കെ. സാധാരണയായി ഗർഭകാലത്ത് അമ്മമാർക്കുള്ള മറ്റൊരു സംശയമാണ് വീട്ടിലുള്ള പട്ടിയോ പൂച്ചയോ കടിക്കുകയോ അല്ലെങ്കിൽ നഖം കൊള്ളുകയോ ഒക്കെ ചെയ്താൽ പ്രതിരോധ കുത്തിവെപ്പ് എടുക്കണോ എന്നുള്ളത്. റാബീസ് വാക്സിൻ അത് സാധാരണ ആളുകൾക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന പോലെ തന്നെ ഗർഭിണിയായ സ്ത്രീകളും എടുക്കേണ്ടതാണ്. ഗർഭകാലത്തുള്ള പ്രതിരോധ കുത്തിവെപ്പുകളിലൂടെ ആരോഗ്യകരമായ ഒരു ഗർഭകാലവും സുരക്ഷിതമായ ഒരു ഡെലിവറിയും സുരക്ഷിതമായൊരു ബേബിയെ നമുക്ക് കിട്ടട്ടെ. സുരക്ഷിതമായൊരു ഗർഭകാലത്തിനും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനും വേണ്ടിയിട്ട് ഗർഭകാല പ്രതിരോധ കുത്തിവെപ്പുകൾ എടുക്കുവാൻ എല്ലാവരും ഓർമ്മിക്കുക.